മൈത്രി ചേട്ടാ, നമസ്തേ, നമസ്കാർ. അങ്ങ് അങ്ങോട്ട് ചോദിക്കണം ചൊല്ലി കുറേ നാളായി. അതായത് നമ്മൾ നോയമ്പ് നോറ്റും വെളുപ്പാങ്കാലത്തിന് കുളിച്ച് ഈറിനോട് കുളിച്ച് അമ്മമാരും ചേച്ചിമാരും മക്കളും കുളിച്ച് ഈറിനോട് തൊടാൻ നിൽക്കുകയും പിന്നെ അന്നം കഴിക്കാൻ നിൽക്കുകയും ഈ രണ്ടിടത്തും നിൽക്കുകയും. കാര്യം ദൈവത്തിൻ്റെ ഉള്ളിൽ വീണ് പോയവരാണ് 199 സാധാരണപ്പെട്ട കേരളത്തിലെ ഹിന്ദുക്കൾ. അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ 4-5 മണിക്കൂർ നിൽക്കുമ്പം നമ്മുടെ ഇടയെ കൂടെ നമ്മുടെ നാട്ടിലെ ശക്തനായ, അതായത് നല്ല സാമ്പത്തികമുള്ള നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്ന പണക്കാർ എമ്മികൾ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സെക്യൂരിറ്റികൾ കൈ പിടിച്ച് ആ ഇടയെ കൂടെ, തിരക്കൻ്റെ ഇടയെ കൂടെ നേരെ തൊഴിച്ച് കൊണ്ടുപോകും. അതുപോലെ അന്നം കഴിക്കാൻ നിൽക്കുന്നിടത്തും അതേപോലെ തന്നെ അവർക്ക് നേരെ കൊണ്ട് ഈ നിൽക്കുന്നവരോ ഇങ്ങനെ നിൽക്കുക 4-5 മണിക്കൂർ മരം മേടിക്കാൻ, കുടുംബം രക്ഷപ്പെടാനേ, അതിൽ അന്നം കഴിക്കണം. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ദൈവത്തിന് ആരെ വേണ്ടുന്നത്? അത് ചിന്തിച്ചാൽ മാത്രം മതി. സാധാരണപ്പെട്ട ജനങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തോന്നുന്നു പിണറായി സർക്കാർ അന്ന് കൊണ്ടുവന്ന നിയമം ആയിരുന്നു നല്ലതെന്ന്. എല്ലാവരും കയറിക്കൊണ്ട് തൊഴുതോട്ടുന്നേ. സാധാരണപ്പെട്ട ജനങ്ങൾ എന്താ വിചാരിക്കും? ഇയ്യോ വല്ല സംഭവിക്കുമോ, ഇനി ലോകം ഇടിഞ്ഞു വീഴുമോ, അല്ലെങ്കിൽ മറ്റും സംഭവിക്കുമോ? ഒന്നും ഉണ്ടാവില്ല. സാധാരണപ്പെട്ട കുടുംബത്തെ മക്കളുമാർ നല്ലൊരു കമ്പനി ജോലിക്ക് നല്ല സാലറിയിലോ അല്ലെങ്കിൽ നല്ല ജീവിതം, നല്ല വീട് അല്ലെങ്കിൽ ജോലി, വണ്ടി, കാര്യങ്ങൾ, പിന്നെ അവർക്ക് എൻജോയ് ജീവിക്കണം, പൈസ സേവ് ചെയ്യണം, നല്ല രീതി ഉണ്ടാകുന്ന മക്കളവർ പഠിക്കണം. ഈ ചിന്തയൊന്നുമില്ല. എന്ത് ഈശ്വരൻ തരും, ദൈവം തരും, എന്ത് തരും? ആലോചിച്ച് നോക്കിയേ. അതിനൊരു ഉത്തരവും കിട്ടാണ്ടിരിക്കുക. എനിക്ക് മനുഷ്യന്മാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 199 കേരളത്തിൽ ഇപ്പോഴും. ഹൈ മാതിരി കേട്ടാ.